ശ്രീജിത്ത്, ഇപ്പോൾ തോട്ടപ്പള്ളി കഴിഞ്ഞ് അമ്പലപ്പുഴയിലേക്ക് ആണ് വിലാപയാത്ര എത്തേണ്ടത്. അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ അടുപ്പമുള്ള സ്ഥലമാണ്. അദ്ദേഹം ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടമാണ്. ജയപരാജയങ്ങളുടെയൊക്കെ കഥ പറയാനുള്ള സ്ഥലമാണ്. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞതായി ഓർക്കുന്നത്, മധുരമൊക്കെ ഒഴിവാക്കിയിരുന്ന ആളാണ് കുറേ വർഷങ്ങളായി. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണ സാധനം എന്നൊരിക്കൽ ചോദിച്ചപ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം എന്നതായിരുന്നു മറുപടി. ആ അമ്പലപ്പുഴയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുകയാണ്. കാലങ്ങളോളം തൻ്റെ തട്ടകമായിരുന്ന മറ്റൊരിടത്തേക്ക്, അമ്പലപ്പുഴയിലേക്ക്. ഇപ്പോൾ തോട്ടപ്പള്ളിയിലാണ്. അനുജ, വി എസ് അച്യുതാനന്ദൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് വിലാപയാത്ര അല്പസമയത്തിനകം അമ്പലപ്പുഴയിൽ എത്തിച്ചേരും. തോട്ടപ്പള്ളി കടന്ന് ഇവിടേക്ക് വരുമ്പോഴും ഔദ്യോഗികമായി നിശ്ചയിച്ചുള്ള ഈ വിലാപയാത്രയെ ആദരാഞ്ജലി അർപ്പിക്കാൻ അവസരം നൽകുന്ന സ്ഥലത്തിന് പുറമെ മറ്റ് പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് ആളുകൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. തോട്ടപ്പള്ളി പാലത്തിന് അപ്പുറവും ഇപ്പുറവും വലിയ തോതിലുള്ള ജനക്കൂട്ടമുണ്ട്. അത് കഴിഞ്ഞ് പുന്തുല എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട്. അത് കഴിഞ്ഞ് പുറക്കാടുണ്ട്. പുറക്കാട് കഴിഞ്ഞാൽ പുറക്കാടിന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പായൽക്കുളങ്ങരയ്ക്ക് തെക്ക് ഭാഗത്തും വലിയ തോതിൽ ആൾക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുന്നു. വി എസ് അച്യുതാനന്ദനെ ഒരു നോക്ക് കാണാൻ. വി എസിൻ്റെ തട്ടകമെന്ന് ഉറപ്പിച്ച് പറയാവുന്ന സ്ഥലമാണ് അമ്പലപ്പുഴ. ഇവിടെ നിന്നാണ് അദ്ദേഹം ആദ്യമായൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. നേരത്തെ അഞ്ച് സൂചിപ്പിച്ച പോലെ ജയപരാജയങ്ങളുടെ കഥ പറയാനുണ്ട്. ഇവിടെ അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹം ജയിക്കുകയും തോൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന സ്ഥലം ഉൾപ്പെടുന്നത് അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ കൂടിയാണ്. അവിടെയാണ് അദ്ദേഹം ആദ്യമായി മത്സരിച്ചത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പുന്നപ്ര വടക്ക് പഞ്ചായത്തിലാണ്. വി എസ് അച്യുതാനന്ദനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമാഭിവാദനം നൽകാനുമായി നൂറുകണക്കിന് ആളുകളാണ് അമ്പലപ്പുഴയും പരിസരത്തുമായി തടിച്ചുകൂടി നിൽക്കുന്നത്. പല കിഴക്കൻ ദിക്കുകളിൽ, അതായത് തിരുവല്ല, ഒപ്പം തന്നെ മല്ലപ്പള്ളി തുടങ്ങിയ മേഖലകളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ എത്തി നിൽക്കുന്നു. പല അടുത്തുനിന്നും ഇടതുപക്ഷത്തിൻ്റെ സജീവ പ്രവർത്തകർ മാത്രമല്ല, പൊതുജനങ്ങളും വി എസിനെ ഒരു നോക്ക് കാണാനായി എത്തുന്നുണ്ട്. നമുക്കറിയാം, ഈ വി എസ് എന്ന ഒരു മനുഷ്യനെ എത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടങ്ങളിലെല്ലാം കാണുന്ന ജനക്കൂട്ടം. 2019 ഒക്ടോബർ 22 ശേഷം വി എസ് അച്യുതാനന്ദൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു പ്രസ്താവന വന്നിട്ടില്ല. അദ്ദേഹത്തെപ്പറ്റി വന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ രോഗവിവരത്തെപ്പറ്റിയും ഉള്ള ആശങ്കാകരമായ വാർത്തകൾ മാത്രമായിരുന്നു. എന്നാൽ ഈ 5 കൊല്ലമായി പൊതുരംഗത്ത് സജീവമല്ലാതിരുന്നിട്ടും ഇപ്പോഴും വി എസ് ജനങ്ങളുടെ ഹൃദയത്തിൽ കയ്യൊപ്പ് ചാർത്തിയ നേതാവാണ്, സമരനായകനാണ് എന്നുറപ്പിക്കുന്നതാണ് ഈ ആൾക്കൂട്ടം. കാരണം അത്രയധികം വലിയ ആൾക്കൂട്ടം എല്ലാ സ്ഥലങ്ങളിലും വി എസിനെ കാണാൻ രാഷ്ട്രീയത്തിന് അതീതമായി എത്തി നിൽക്കുന്നു. ആബാലവൃദ്ധം ജനങ്ങളും, കുട്ടികൾ, സ്ത്രീകൾ, പുരുഷന്മാർ, മുതിർന്ന പ്രായാധിക്യമുള്ള ആളുകൾ എല്ലാവരും ഇവിടെ വി എസിനെ കാണാൻ അവരുടെ അവശതകളും മറന്നും അവരുടെ ബുദ്ധിമുട്ടുകളും ജോലിയും മറ്റും മാറ്റിവെച്ചും എത്തുകയാണ്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു വികാര വായ്പ, സ്നേഹവായ്പ അനുഭവിച്ചുകൊണ്ടാണ് വി എസിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരുന്നത്. അല്പസമയത്തിനകം അമ്പലപ്പുഴയിലെത്തും. അമ്പലപ്പുഴ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുവരും. വി എസ് വാങ്ങിയ വീടാണ് ഈ വേലിക്കകത്ത്. ആ സ്ഥലം വാങ്ങി അവിടെ ഒരു ചെറിയ വീട് വെക്കുകയായിരുന്നു വി എസ്. അത് വി എസ് പണ്ട് പറഞ്ഞത് ഓർമ്മയുണ്ട്. അതായത് വി എസ് അത് ആദ്യം 20 സെൻറ്റ് വസ്തു വാങ്ങുന്നത് ഒറ്റയ്ക്കാണ്. പിന്നീടാണ് പലപ്പോഴായി പൈസ കൊടുത്തത് വിലയാധാരമായി വാങ്ങിയത്. അന്നത്തെ കാലത്ത് കയ്യിൽ പണമില്ലായിരുന്നു. എന്നാൽ വീടിന് ഒരു കിടക്കാടം വേണമല്ലോ എന്ന് കരുതിയാണ് 20 സെൻറ്റ് ഭൂമി വാങ്ങിയത് എന്നൊക്കെയുള്ള കഥ വി എസ് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വി എസിൻ്റെ സ്വന്തം തട്ടകമായ, ജന്മദേശമായ അമ്പലപ്പുഴയിലേക്ക്, പറവൂരിലേക്ക്, പുന്നപ്രയിലേക്ക് ഈ അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവും വഹിച്ചുകൊണ്ട് വിലാപയാത്ര എത്തിച്ചേരും. വി എസിനെ ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായി ആയിരങ്ങൾ അമ്പലപ്പുഴയുടെ മണ്ണിൽ തളിച്ചുകൂടി നിൽക്കുന്നു. ഇതുകൂടാതെ നേരത്തെ വിജയകുമാർ റിപ്പോർട്ട് ചെയ്ത പോലെ ആലപ്പുഴയുടെ മറ്റു ഭാഗങ്ങൾ, ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിരിക്കുന്ന തിരുവമ്പാടി ജംഗ്ഷൻ, റിക്രിയേഷൻ ഗ്രൗണ്ട്, ഒപ്പം തന്നെ വി എസിൻ്റെ വീട് വേലിക്കകം, അവിടെയൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ജനനിബിഡമായി കഴിഞ്ഞു. അതാണ് വലിയ ജനസാഗരം എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. കരുവാറ്റ, തോട്ടപ്പള്ളിയൊക്കെ പിന്നിട്ട് പുറക്കാട്ടേക്ക് എത്തുകയാണ്. പുറക്കാട്ട് കഴിഞ്ഞ് അമ്പലപ്പുഴ, അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മൃതദേഹം എത്തിച്ചേരും. ഈ വിലാപയാത്രയ്ക്കൊപ്പമുള്ള ഞങ്ങളുടെ പ്രതിനിധി ടോബി ജോൺസണിലേക്കാണ് ഇനി. ടോബി, പുറക്കാടിലേക്കാണ് ഇനി, തോട്ടപ്പള്ളിയിൽ എത്തിയിരിക്കുന്നു, ഇനി പുറക്കാട്ടേക്ക്, അത് കഴിഞ്ഞ് അമ്പലപ്പുഴ എന്ന തരത്തിലേക്ക്. എങ്ങനെയാണ് ഏറ്റവും പുതിയ വിവരം? ഇനി തോട്ടപ്പള്ളി കഴിയുകയാണ്. തോട്ടപ്പള്ളിയിൽ നിന്നും പാലത്തിലൂടെ കയറി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ നിന്നും വാഹനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം ഗതാഗത കുരുക്ക് ആയിരിക്കുന്നു. വാഹനങ്ങളെല്ലാം
ബ്ലോക്കായി കിടക്കുകയാണ്. അതിനുള്ള കാരണം ഇത് തന്നെയാണ്. ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. അവിടെ നിന്നും ആ ആളുകളെ മാറ്റിക്കൊണ്ട്, ആ ജനസാഗരത്തെ മാറ്റിക്കൊണ്ട് വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. അതുതന്നെയാണ് ഈ ഒരു കാലതാമസം. ഇപ്പോൾ തോട്ടപ്പള്ളി കഴിഞ്ഞ് തോട്ടപ്പള്ളിയുടെ പാലത്തെ കൂടി വാഹനം VS-ന്റെ മൃതശരീരവുമായിട്ടുള്ള വാഹനം വരികയാണ്. അതിന് തൊട്ടു പിന്നിൽ തോട്ടപ്പള്ളിയിൽ കൂടി നിന്ന ആ ജനാവലിയും നടന്ന് കാൽനടയായി ആ വാഹനത്തിൻ്റെ പിന്നാലെ വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇനി അധികം ദൂരമില്ല, കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. VS-ന്റെ ജന്മനാട്, VS ഏറ്റവും കൂടുതൽ കാലം ചിലവഴിച്ച സ്ഥലം. അവിടേക്ക് എത്തുമ്പോൾ കൂടുതൽ ആളുകൾ അവിടെ തടിച്ചുകൂടി നിൽക്കുന്നു. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്തെ ആളുകൾ മാത്രമല്ല, മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഈ തിരുവല്ല, ചെങ്ങന്നൂർ, പത്തനംതിട്ട ഭാഗത്തെയും കോട്ടയം പ്രദേശത്തെയും ആളുകളൊക്കെ, വടക്കൻ കേരളത്തിലെ ആളുകളുമെല്ലാം തന്നെ ഈ പ്രദേശങ്ങളിലേക്കെല്ലാം വന്നിരിക്കുന്നു. അവർ ഈ സംസ്കാര ചടങ്ങ് നടക്കുന്ന സ്ഥലത്ത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് VS-ന്റെ ഈ ഒരു വാഹനം, VS-ന്റെ മൃതശരീരവുമായി വരുന്ന വാഹനം കടന്നു വരുന്ന വഴികളിലേക്കൊക്കെ എത്രയും അടുത്ത് VS-നെ കാണാൻ സാധിക്കുന്നോ അത്രയും അടുത്തേക്ക് എത്തി നിൽക്കാനുള്ള ശ്രമമാണ് ഈ ജനാവലിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ഗതാഗതക്കുരുക്കാണ്. എന്തായാലും ഈ തോട്ടപ്പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത്. തോട്ടപ്പള്ളിയുടെ മറുകരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും വാഹനം പക്ഷേ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടിയാണ് ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയത്. ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയപ്പോൾ നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ നാടാണ്. അവിടെ എത്രമാത്രം ആളുകൾ ഉണ്ടാകുമെന്നുള്ളൊരു ചിന്തിക്കാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. കാരണം ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ഓരോ സ്പോട്ടിലും ഓരോ പോയിന്റുകളിലും, കായംകുളത്തും ഹരിപ്പാടുമെല്ലാം തടിച്ചുകൂടുന്നത് നമ്മൾ കണ്ടു. ചെറിയ ചെറിയ പോയിന്റുകളിൽ ആളുകൾ തടിച്ചുകൂടി നിന്ന് VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്ന കാഴ്ച കണ്ടു. അല്പസമയം മുമ്പ് തോട്ടപ്പള്ളിയിലേക്ക് വരുന്നതിന് മുമ്പ് കണ്ട ഒരു കാഴ്ച, ഒരു പ്രായം ചെന്ന ഒരു വയോധികയായിട്ടുള്ളൊരു സ്ത്രീ അവരുടെ പേരക്കുട്ടികളുടെ കൂട്ടത്തിൽ ആ വഴിയിൽ വന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആ വയോധികയ്ക്കും കാണാനുള്ള ഒരവസരം എന്തായാലും സംഘാടകർ അല്ലെങ്കിൽ പ്രവർത്തകർ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സ്ത്രീകളുടെ വലിയ നിര, കുട്ടികളുടെ വലിയ നിര, പ്രായഭേദമന്യേ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ഇരുവശത്തും തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ചയാണ്. തിരുവനന്തപുരത്തെ കാഴ്ച നമ്മൾ കണ്ടു, കൊല്ലത്തെ കാഴ്ച കണ്ടു. അതിനുശേഷം ഇപ്പോൾ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പ്രവർത്തകരും VS-നെ നെഞ്ചിലേറ്റിയവരുമെല്ലാം ഉണ്ട്. VS-ന്റെ പ്രവർത്തന മേഖല, VS ജനിച്ചു വളർന്ന നാട്, അവിടേക്ക് VS എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒരു ജനകീയ നേതാവാക്കി മാറ്റിയതിൽ ഏറ്റവും കൂടുതൽ പങ്കുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ സാധിക്കുന്നത് ആലപ്പുഴക്കാർക്കാണ്. അവരുടെ അടുത്തേക്കാണ് VS അവസാന യാത്രയ്ക്കായി എത്തുന്നത്.